LDF സർക്കാർ കൊണ്ടുവന്ന സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതിക്ക് UDF മന്ത്രിസഭ തുരങ്കം വയ്ക്കുന്നുവെന്ന് പ്രതിപക്ഷം. കഴിഞ്ഞ 2 മാസങ്ങളിലെ പെൻഷൻ ധനവകുപ്പ് പിടിച്ചുവെച്ചിരിക്കുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ആരോപിച്ചു. പുതുതായി അപേക്ഷിച്ചവരുടെ കാര്യത്തിലും തീരുമാനം എടുക്കുന്നില്ല. 16 ലക്ഷം സ്ത്രീകൾക്ക് ആശ്വാസമായ പദ്ധതിയാണ് UDF തടയുന്നതെന്നും പിണറായി വിജയൻ ആരോപിച്ചു. വിശദാംശങ്ങളുമായി സനിറ്റയുണ്ട് തിരുവനന്തപുരത്ത് നിന്നും. സനിറ്റ, ഈ 2 മാസത്തെ പെൻഷൻ നൽകിയിട്ടില്ല എന്ന് പറയുമ്പോൾ അത് എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള തടസ്സമെന്നാണ് മനസ്സിലാക്കുന്നത്? സർക്കാർ ബന്ധപ്പെട്ട വകുപ്പുകളോ മന്ത്രിമാരോ ഇക്കാര്യത്തിൽ പ്രതികരിച്ചിട്ടുണ്ടോ? എന്താണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം? പെൻഷൻ പദ്ധതിയുമായി ഇപ്പോൾ ബന്ധപ്പെട്ട് വലിയ വിമർശനങ്ങളാണ് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ഫേസ്ബുക്കിലൂടെ കുറിച്ചിരിക്കുന്നത്. UDF സർക്കാർ പദ്ധതിക്ക് തുരങ്കം വെക്കുന്നുവെന്നാണ് ഇപ്പോൾ പിണറായി വിജയൻ വ്യക്തമാക്കുന്നത്. അതായത് നമുക്ക് അറിയാൻ കഴിയുന്നത് പോലെ ഇത്തരത്തിൽ ഏപ്രിൽ മെയ് മാസങ്ങളിലെ സ്ത്രീ സുരക്ഷാ പെൻഷൻ ധനവകുപ്പ് പിടിച്ചു വെച്ചിരിക്കുന്ന സാഹചര്യമാണ് ഉള്ളത്. നമുക്കറിയാം, കഴിഞ്ഞ സർക്കാരിന്റെയൊക്കെ കാലത്ത് വലിയ സ്വീകാര്യത നേടിയ പദ്ധതി തന്നെയാണ് ഇത്. സ്ത്രീകൾക്കുൾപ്പെടെ, വീട്ടമ്മമാർക്കുൾപ്പെടെ ഇത്തരത്തിൽ വലിയ ഗുണകരമായ ഒരു പദ്ധതിയാണ്. അതാണ് ഇപ്പോൾ പുതിയ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം വലിയ തരത്തിൽ ഒരു തടസ്സം നേരിട്ടിരിക്കുന്നത്. പദ്ധതിയിലേക്ക് പുതുതായി അപേക്ഷിച്ചവരുടെ കാര്യത്തിലും സർക്കാർ തീരുമാനമെടുക്കുന്നില്ല എന്ന വ്യാപകമായ ഒരു ആക്ഷേപം കൂടി ഉയർന്നു വരുന്നുണ്ട്. എന്തായാലും സ്ത്രീ സുരക്ഷാ പദ്ധതിയെ തുടക്കം മുതൽ UDF പരിഹസിച്ചിരുന്നു എന്ന കാര്യമൊക്കെ നമുക്കറിയാം. അതിന്റെ നേർചിത്രമാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്, മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും സ്ത്രീകൾക്ക് വലിയ തരത്തിൽ അവഗണന ഉണ്ടാക്കുന്ന ഒരു സമീപനം തന്നെയാണ് UDF സർക്കാർ കൈക്കൊള്ളുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് 16 ലക്ഷത്തിലകം വീട്ടമ്മമാർക്കാണ് ആശ്വാസകരമായ പെൻഷൻ ഇപ്പോൾ ഇവർ തടഞ്ഞു വെച്ചിരിക്കുന്നത്. മാത്രമല്ല, നമുക്കറിയാൻ കഴിയുന്നത് പോലെ കഴിഞ്ഞ LDF സർക്കാരിന്റെ കാലത്താണ് പാവപ്പെട്ട കുടുംബങ്ങളിലെ 35 മുതൽ 60 വയസ്സ് വരെയുള്ള സ്ത്രീകൾക്ക് എല്ലാ മാസവും 1000 രൂപയായിരുന്നു കഴിഞ്ഞ സർക്കാർ മുടങ്ങാതെ നൽകിക്കൊണ്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ അതിന് വലിയ തരത്തിലുള്ള ഒരു തടസ്സം നേരിട്ടിരിക്കുന്നു. ഏകദേശം 31.34 ലക്ഷം പേരെയാണ് ഇതിൽ ഗുണകരമായി 31.34 ലക്ഷം പേർക്കാണ് ഇതിന്റെ ഗുണം ലഭിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ അതിനാണ് ഒരു വലിയ തടസ്സം നേരിട്ടിരിക്കുന്നത്. വലിയ വിമർശനങ്ങളാണ് എന്തായാലും ഇതിന് നേരെ ഉണ്ടായിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ അതേ തുടർന്നാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ രൂക്ഷമായ ഭാഷയിൽ ഇത്തരത്തിലൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. എന്തായാലും വരും ദിവസങ്ങളിൽ ഇതിൽ എന്ത് നടപടി സർക്കാർ തീരുമാനിക്കും അല്ലെങ്കിൽ ധനവകുപ്പ് തീരുമാനിക്കും എന്നുള്ള കാര്യത്തിലൊക്കെ നാം നോക്കി തന്നെ കാണേണ്ടതുണ്ട്. അരുണ്യ. ശരി, സനീറ്റയാണ് വിവരങ്ങൾ നൽകിയത്.